പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ളതാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ഡോക്ടർ സിബി മാത്യൂസ് IPSൻ്റെ മലയാളി ഇങ്ങനെ മരിക്കണമോ എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ഒരു പഠനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ സർവേയിലെ ചില കണക്കുകൾ വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, കേരള ജനസംഖ്യയിൽ 26% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, 20% ക്രിസ്ത്യാനികളാണ്, 50% മേൽ ഹിന്ദുക്കൾ അഥവാ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിൽ ബ്രാഹ്മണരും നായരും ഈഴവരും വിശ്വകർമ്മജരും ദളിതരും എല്ലാം പെടും ഭൂരിപക്ഷ സമുദായത്തിൽ. തുടർന്ന് അദ്ദേഹം ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്ന മലയാളികളുടെ കണക്കുകൾ പറയുന്നു. മുസ്ലിങ്ങൾ 8%, ക്രിസ്ത്യാനികൾ 12%, ഹിന്ദുക്കൾ 80%. അതായത് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ അതിൽ 80%വും ഹിന്ദുക്കളാണ്. അടുത്തത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ കണക്കാണ്. ഹിന്ദുക്കൾ 83%, ഇതര സമുദായങ്ങളെല്ലാം ചേർത്ത് 17%. ഇനി വാർദ്ധക്യകാലത്ത് കഷ്ടതകൾ അനുഭവിക്കുന്നവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയുള്ളവരുടെ കണക്ക് ഹിന്ദുക്കൾ 80%, മറ്റുള്ളവർ എല്ലാം കൂടി ചേർത്ത് 20%. അതുപോലെ വിഷാദ രോഗികൾ, വിവാഹമോചനം നേടിയവർ, വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇവരിൽ 80%വും ഹിന്ദുക്കളാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഈ ഗതി വന്നത്? ഒരു പരിധിവരെ സാമ്പത്തിക പരാധീനത, അതിനേക്കാളുപരി ആത്മീയമായ അറിവില്ലായ്മ, മൂല്യബോധത്തിൻ്റെ കുറവ്, സദാചാരബോധത്തിൻ്റെ കുറവ്, അതാണ് മുഖ്യമായ കാരണം. ഒരു ക്രിസ്ത്യാനി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിരിക്കും, നമുക്കറിയാം. അവൻ്റെ കുട്ടികൾ ബൈബിൾ ക്ലാസ്സുകളിൽ പോയിരിക്കും. 18 വയസ്സിനിടയിൽ ഏതാണ്ട് 500 മുതൽ 800 വരെ മണിക്കൂർ അവർ ആത്മീയ കാര്യങ്ങൾക്കായി ചിലവഴിക്കുന്നു, ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവർ. ഒരു മുസ്ലിമാണെങ്കിൽ ദിവസേന 5 നേരം നിസ്കരിക്കും, നമുക്കറിയാമല്ലോ. വെള്ളിയാഴ്ചകളിൽ നിർബന്ധമായും അവർ മോസ്കിൽ പോയിരിക്കും. അതുപോലെ മദ്രസ പഠനം അഥവാ മതപഠനം കുട്ടികൾക്ക് നിർബന്ധമാണ്. അവരുടെ ജീവിതത്തിൽ മതകാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇന്നത്തെ ഹിന്ദുവിന് ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ദിവസങ്ങളൊന്നുമില്ല, നിർബന്ധവുമില്ല. ഏതു ദിവസവും ഹിന്ദുവിന് ക്ഷേത്ര ദർശനം നടത്താം, പ്രത്യേക ദിവസമൊന്നുമില്ല. എല്ലാ ദിവസവും പോകാം, പോകാതെയും ഇരിക്കാം. അതിനാൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും പതിവായി ക്ഷേത്ര ദർശനം നടത്തുന്നവരല്ല. പണ്ടൊക്കെ ഓരോ വീടും ക്ഷേത്രമായിരുന്നു, പൂജാമുറിയും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും പ്രാർത്ഥനകൾ വീട്ടിൽ വച്ച് പൂജാമുറിയിൽ നടത്തിയാലും മതിയായിരുന്നു. അതുകൊണ്ട് നിർബന്ധമില്ല. അതിനാൽ ആരും പതിവായി ക്ഷേത്രങ്ങളിൽ പോകാറില്ല. ഹിന്ദുവിന് ആത്മീയ വിദ്യാഭ്യാസത്തിന് സംവിധാനങ്ങളില്ല. അതിനാൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും അറിവില്ലാത്തവരായി തീർന്നു. അറിവ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അതിന് അവസരം ലഭിക്കുന്നില്ല. നമ്മുടെ കുട്ടികളിൽ പലരുടെയും IQ, അതായത് ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്, ബുദ്ധി അളക്കുന്ന ഒരു മാനകമാണത്. IQ വളരെ ഉയർന്നതാണെങ്കിലും SQ, അവരുടെ SQ, അതായത് സ്പിരിച്വൽ കോഷ്യൻറ്റ്, ആത്മീയമായ കാര്യങ്ങളിലുള്ള അറിവ്, അത് വളരെ മോശമാണ് നമ്മുടെ കുട്ടികളുടെ. അതിനാൽ മറ്റു മതസ്ഥരായ കുട്ടികളുടെ ആത്മീയമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും പകച്ചു നിൽക്കുന്നു. ഇത്തരം നിസ്സഹായ അവസ്ഥ മതപരിവർത്തനത്തിന് വരെ കാരണമാകുന്നു. എന്നാലോ ആത്മീയ അറിവുകളുടെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നവും ശാസ്ത്രീയവുമാണ് ഹൈന്ദവധർമ്മം അഥവാ സനാതനധർമ്മം.
ഈ വിഷയങ്ങളൊന്നും പഠിപ്പിക്കുവാനോ ഇന്ന് നമ്മുടെ നാട്ടിൽ സാഹചര്യമില്ല, സംവിധാനമില്ല, ആർക്കും താല്പര്യവുമില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പോലും അതിന് അവസരമില്ല. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഹിന്ദുവിൻ്റെ ഈശ്വര സങ്കല്പം എന്താണ്, ഹൈന്ദവധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതാണ്, ഇവയൊന്നും അറിയില്ല. എന്താണ് അവതാരങ്ങൾ, ദേവതാസങ്കല്പങ്ങൾ എന്താണ്, ആരാണ് ശ്രീരാമൻ, ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് ഹനുമാൻ, ഗണപതി ആരാണ്, ത്രിമൂർത്തികൾ ആരാണ്, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയൊക്കെ എന്താണ് ഭഗവത്ഗീത, ക്ഷേത്ര സങ്കല്പത്തിൻ്റെ തത്വം എന്താണ്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉത്തരമില്ല, മുതിർന്നവർക്കുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഈ വക കാര്യങ്ങൾ അറിയില്ല എന്നർത്ഥം. എന്തുകൊണ്ട് ഹൈന്ദവ ജനതയ്ക്ക് ഈ അവസ്ഥ വന്നു? ഒന്നാമത്തെ കാരണം ഇവിടെ നിലനിന്ന ജാതി വ്യവസ്ഥയാണ്. രണ്ടാമത്തെ കാരണം വൈദേശിക ആക്രമണങ്ങൾ, അതുപോലെ വളർന്നു വന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾ, ഭൗതികവാദം, നിരീശ്വരവാദം. പൗരാണിക കാലത്ത് ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഗുരുകുല സമ്പ്രദായം അനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ അവസരമുണ്ടായിരുന്നു. പിൽക്കാലത്ത് ചില തൽപര കക്ഷികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി ഉരുത്തിരിഞ്ഞു വന്ന ജാതി വ്യവസ്ഥയും അതിനെ തുടർന്നുണ്ടായ സാമൂഹ്യ വ്യവസ്ഥിതിയും മൂലം ഈ അറിവുകൾ ചില വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി. അതുപോലെ അയിത്തം കൽപ്പിച്ച് ചിലരെ അകറ്റി നിർത്തി, അവരെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാക്കി മാറ്റി. വേദജ്ഞാനം സാമാന്യജനത്തിന് അപ്രാപ്യമായി തീർന്നു. അതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ ദുരവസ്ഥ. ഇത് കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. പിൽക്കാലത്ത് ഹൈന്ദവധർമ്മത്തിന് വന്നു ചേർന്ന ഈ വിപത്തുകൾ മനസ്സിലാക്കി അനേകം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഗുരുക്കന്മാരും നവോത്ഥാന നായകരും കേരളത്തിൽ ഉദയം ചെയ്തു. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, മഹാത്മാ അയ്യൻകാളി, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവർ. ഉത്തരേന്ത്യയിൽ മഹാത്മാഗാന്ധിയെ പോലെയുള്ളവരും ഇതിനായി മുന്നിട്ടിറങ്ങി. അതിൻ്റെ ഫലമായി വളരെയധികം മാറ്റം സമൂഹത്തിലുണ്ടായി. എങ്കിലും വളരെയേറെ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരു കാലത്ത് ബ്രാഹ്മണ ജാതിക്കാർക്ക് മാത്രം പ്രാപ്യമായിരുന്ന തന്ത്രവിധികളും പൂജകളും ഇന്ന് ഇതര ജാതിയിൽപ്പെട്ടവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് തുടക്കമിട്ടത് ആലുവയിലുള്ള തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ച മാധവജിയാണ്. ഭൗതികവാദത്തിലൂന്നിയ വിപ്ലവ പ്രസ്ഥാനങ്ങളും നിരീശ്വരവാദവും ആത്മീയ ചിന്തയെ പിന്നോട്ടടിച്ചു നമ്മുടെ ജനങ്ങളിലെ. ആധ്യാത്മിക പഠനം സാർവത്രികമാക്കിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാകൂ. ഭരണഘടനയിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ ഭൂരിപക്ഷത്തിന് ഇല്ല. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതപഠനത്തിന് പ്രത്യേക അവകാശമുണ്ട്. ഭൂരിപക്ഷമായ ഹൈന്ദവ സമൂഹത്തിന് ആ അവകാശമില്ല. ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. മുഗൾ ഭരണത്തിന് കീഴിലും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും ഹൈന്ദവധർമ്മം അഥവാ സനാതനധർമ്മം വളരെയധികം അടിച്ചമർത്തപ്പെട്ടു. ധർമ്മച്യുതിക്ക് അതൊരു പ്രധാന കാരണമായി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഈ വഴിക്ക് യാതൊരു ശ്രമവും ഉണ്ടായില്ല എന്നുള്ളത് ദുഃഖകരമാണ്. എന്ന് മാത്രമല്ല, ഹൈന്ദവധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് നമ്മുടെ ജനകീയ ഭരണകൂടങ്ങളും സ്വീകരിച്ചു പോകുന്നത്. ഇന്ന് കൊട്ടിഘോഷിക്കുന്ന മതേതരത്വം ഹിന്ദുവിന് മാത്രമാണ് ബാധകം. ഇതിൻ്റെയൊക്കെ ഫലമായി ഭൂരിപക്ഷ സമുദായങ്ങൾ അവരുടെ സ്വത്വത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതി മാറണം. ഹൈന്ദവ സംഘടനകൾ ഉണരണം. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ആധ്യാത്മിക പഠനം പ്രോത്സാഹിപ്പിക്കണം. സ്വത്വമറിയാത്ത ജനതയായി നാം മാറിക്കൂടാ. ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഭാരതീയ സംസ്കാരത്തിനും ആചാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ല. സായിപ്പിൻ്റെ സിസ്റ്റമാണ് ഇന്നും പിന്തുടരുന്നത്. ഇതര മതസ്ഥർക്ക് മതപഠനത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ഹിന്ദുവിനതില്ല.
ഉദാഹരണത്തിന് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്ക്രിപ്ചർ മോറൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ ഒരു പീരീഡ് അവരുടെ മതപഠനത്തിനായി സ്കൂളുകളിൽ കൊടുത്തിരുന്നു. സ്ക്രിപ്ചർ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളിലാണെങ്കിൽ അവരുടെ ബൈബിൾ പഠനത്തിന് അവരുടെ പള്ളികളിലുണ്ട്. അത് കൂടാതെ എയ്ഡഡ് സ്കൂളുകളിൽ പോലും ഒരു പീരീഡ് ഈ മതപഠനത്തിന് ബൈബിൾ പഠനത്തിനുണ്ടായിരുന്നു. ആ സമയം ഇതര മതസ്ഥരെ, ഹൈന്ദവരുൾപ്പെടെയുള്ള ഇതര മതസ്ഥർക്ക് എല്ലാവരെയും കൂട്ടിച്ചേർത്ത മോറൽ ക്ലാസ്സുകൾ, സദാചാര ക്ലാസ്സുകൾ അതാണ് നടത്തിയിരുന്നത്. അതിൽ ഗാന്ധിജിയെപ്പറ്റിയും അതുപോലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പറ്റിയും ഒക്കെയുള്ള പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആത്മീയ പാഠങ്ങൾ, ഹൈന്ദവ തത്വങ്ങളെ പറ്റിയൊന്നും പഠിക്കുന്ന പാഠങ്ങൾ ഉണ്ടായിരുന്നതേയില്ല. ഇന്ന് അതുപോലും ഇല്ല. അത്തരം സ്ക്രിപ്ചർ മോറൽ ക്ലാസ്സുകൾ പോലും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ വിവേചനം നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം, പ്രവർത്തിക്കണം. റഷ്യ, ചൈന, ജപ്പാൻ ഇവയൊന്നും അവരുടെ പൗരാണിക സംസ്കാരത്തെ ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല. അവരൊക്കെ ഭൗതിക വാദികളിൽ പെട്ട ഇസങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അവരൊന്നും അവരുടെ പൗരാണികമായ സംസ്കാരത്തെ ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളാണ് അവയെല്ലാം മറന്നത്. രാഷ്ട്രീയം ഏതുമാകട്ടെ, മതം ഏതുമാകട്ടെ, നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഉപേക്ഷിക്കരുത്. അത് ഈ മണ്ണിൻ്റെ സംസ്കാരമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതുകൊണ്ടാണ് നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം, ജാഗ്രത പാലിക്കാം, ലക്ഷ്യം നേടാൻ ഉത്തിഷ്ഠത, ജാഗ്രത. എല്ലാവർക്കും നന്ദി, നമസ്കാരം.